ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $65. $117 നമ്മൾക്ക് 20 രൂപ പെട്രോളിനും 15 രൂപ ഡീസലിനും കൂട്ടിയത്. ഇത്രയും വില കുറഞ്ഞിട്ടും ഇതുവരെ ഗവൺമെൻറ് മോദി സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും വില കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഇനി എന്നാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഭരണം വരിക? ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടിയാൽ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ നമ്മുടെ നാട്ടിൽ വില കൂടുകയാണ്. സാധാരണക്കാരൻ്റെ ജീവിതമാണ് കഷ്ടത്തിലാകുന്നത്. അതുകൂടാതെ 20% എഥനോൾ ചേർത്തിട്ടാണ് പെട്രോൾ ഇങ്ങോട്ട് തരുന്നത്. അത് കാരണം വണ്ടികളുടെ ഇഞ്ചനെല്ലാം തകരാറാവുകയാണ്. ടൂ വീലറായാലും കാറായാലും വണ്ടികളുടെ ഇഞ്ചനുകളെല്ലാം കേടുപാടുകൾ വരികയാണ്. പെട്രോളിന് വില കൂടിയപ്പോൾ ഇത്രയധികം വില കൂട്ടിയിട്ടും ഇത്രയും വില കുറഞ്ഞിട്ട് വില കുറയ്ക്കാതെ എണ്ണ കമ്പനികളെ സഹായിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, പാസ്പോർട്ട് വെറും യാത്രാരേഖയാണ്. അപ്പോൾ പൗരത്വരേഖയ്ക്ക് ആധാർ പറ്റില്ല, പൗരത്വരേഖയ്ക്ക് പറ്റില്ല, വല്ല പാൻ കാർഡ് പറ്റില്ല ബാങ്കിൽ പോകാൻ. പിന്നെ ഇനി എന്താണ് വേണ്ടത്? ഒരു ഇന്ത്യൻ പൗരന് ആദ്യം നമ്മൾക്ക് ആധാർ കാർഡ് തന്നപ്പോൾ ആധാർ കാർഡ് മതി ഇന്ത്യൻ പൗരന് എന്നുള്ള തെളിവിന്. ആദ്യം റേഷൻ കാർഡ് മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ പാസ്പോർട്ടും പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തിന്? ഇന്ത്യൻ പൗരൻ എന്ന് തെളിയിക്കാൻ പാസ്പോർട്ടും പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? CJP പാർട്ടി പറഞ്ഞ മാതിരി അതുമാതിരി ഒരുപാട് കൊള്ളകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് നടന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഭൂമി കുംഭകോണത്തിലൂടെ കോടികളാണ് കൊള്ള നടത്തിയിരിക്കുന്നത്. അതേമാതിരി കൃഷി സഹമന്ത്രി സബ്സിഡി കൊടുക്കേണ്ട 1 കോടി രൂപയും അദ്ദേഹം തന്നെ എടുത്തിരിക്കുകയാണ്. അങ്ങനെ വൻ കൊള്ളകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ കൊള്ളകളെല്ലാം മൂടി വയ്ക്കാൻ വേണ്ടിയാണ്, അതിനെപ്പറ്റി ഒരു ചർച്ച വരരുത്, അതിനു വേണ്ടിയാണ് ഈ പൗരത്വരേഖ എന്നും പറഞ്ഞ് പിടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ അല്ല. കാരണം പാസ്പോർട്ട് പൗരത്വരേഖയല്ല, ആധാർ കാർഡ് പൗരത്വരേഖയല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് പൗരത്വരേഖയല്ല എന്നെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കേരളമാണ് ഉപഭോക്തൃ സംസ്ഥാനം. ഇവിടെയാണ് വിലക്കയറ്റം രൂക്ഷമായിട്ടുള്ളത്. അപ്പോൾ $65 നിലയ്ക്ക് പെട്രോളിന് എത്രയും വേഗം വില കുറയ്ക്കണം. അതിന് പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ സമരത്തിലേക്ക് തന്നെ പോകണം. അല്ലാതെ വെറുതെ മൗനിയായിട്ടിരുന്നാൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കൈതപ്പള്ളി ചാനൽ നിർത്തുന്നു. പുതിയ വാർത്തകളുമായി ഇതുവരെ ജയ് ഹിന്ദ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.